പരിശുദ്ധ മദീന എന്ന് കേൾക്കുന്ന മാത്രയിൽ ഏതൊരു ആശിഖ് റസൂലിന്റെയും മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നതാണ് മസ്ജിദ് നബവിയിലെ പച്ച കുബ്ബ അഥവാ ഖുബ്ബത്തുൽ ഖദറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന റൗളയുടെ തൊട്ടടുത്തുള്ള ഹുജറത്തുൽ ഷരീഫയുടെ തൊട്ടുമുകളിലാണ് ഈ പച്ച കുബ്ബ സ്ഥിതി ചെയ്യുന്നത്. AD 1279 ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പച്ച കുബ്ബയ്ക്ക് സമാനമായ കുബ്ബ ആദ്യമായി നിർമ്മിക്കപ്പെടുന്നത്. 1800 കാലഘട്ടത്തിലാണ് കുബ്ബയ്ക്ക് പച്ച നിറം ആദ്യമായി നൽകപ്പെടുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നീല വെള്ള പോലുള്ള ചായങ്ങളും കുബ്ബയ്ക്ക് നൽകപ്പെട്ടിരുന്നു. 1837 പച്ച നിറം നൽകപ്പെട്ടതിന് ശേഷം കാലാന്തരങ്ങളായി അതേ രൂപത്തിൽ തന്നെ കുബ്ബ ഇന്നും തുറന്നു പോകുന്നു. ഖുബ്ബത്തുൽ ഖദറായിന് തൊട്ടടുത്തുള്ള വെള്ള കുബ്ബ എന്താണെന്ന് പലരുടെയും സംശയമാണ്. പരിശുദ്ധ മദീന റൗളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മിഹ്റാബ് സ്ഥിതി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ടവർ ഹറം കുറച്ചുകൂടി വിശാലമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഹ്റാബിന് തൊട്ടുമുമ്പിലായി മറ്റൊരു മിഹ്റാബ് സ്ഥാപിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഹറമിന് വീതി കൂട്ടുകയും ബഹുമാനപ്പെട്ടവരും മറ്റൊരു മിഹ്റാബ് നിർമ്മിക്കുകയുമുണ്ടായി. ഈ 3 മിഹ്റാബിന്റെയും മുകളിൽ സ്ഥിതി ചെയ്യപ്പെട്ട കുബ്ബയാണ്